വായനയെ പ്രചരിപ്പിച്ച കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകിയ PN പണിക്കർ എന്ന ഭാവനാശാലിയായ മനുഷ്യൻ്റെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ 19. നിങ്ങളെപ്പോലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹവുമായി നേരിട്ട് ഇടപെടാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിലും വായനയുടെയും ഭാവനയുടെയും ലോകത്ത് എളിയ രീതിയിൽ ഇടപെട്ടു പോരുന്ന ഒരാളെന്ന നിലയിലും ഈ വായനാ ദിനത്തിന് ഒരേ ഒരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. അറിവ് നേടാനുള്ള എന്തെല്ലാം സാങ്കേതിക വിദ്യകൾ നിലവിൽ വന്നാലും നിങ്ങളുടെ ചിന്താശേഷിയെ വികസിപ്പിക്കുന്ന സർഗാത്മകമായ മേഖലകളിലേക്ക് നിങ്ങളെ നയിക്കുന്ന വായനയുടെ അടിസ്ഥാനം നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. അത് നിങ്ങളെ എല്ലാവരെയും സമൂഹത്തിലെ കൂടുതൽ നല്ല മനുഷ്യരും ഭൂമിയിലെ കൂടുതൽ നല്ല സഹജീവികളും ആകും എന്നതിൽ സംശയമില്ല. പഴയന്നൂർ നാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളായ നിങ്ങളെല്ലാവർക്കും ഈ വായനാ ദിനം ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് നയിക്കുന്ന ഭാവനാ ദിനം കൂടിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. പഴയന്നൂർ നാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് തേജസ്വിനി. ഞാൻ കാസർഗോഡ് ജില്ലക്കാരിയാണ്. ഒരു ജൂൺ 19 കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. 2017 മുതൽ ദേശീയ തലത്തിൽ തന്നെ വായനാ ദിനമായി ജൂൺ 19 ആചരിച്ചു വരുന്നുണ്ട്. എന്തിനു വായിക്കണം, എന്ത് വായിക്കണം തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുള്ള ഒരു കാലമാണ്. അച്ചടി മാധ്യമങ്ങൾക്കും അപ്പുറത്ത് ഇന്ന് നമുക്ക് വായനയ്ക്ക് പല സാധ്യതകളുമുണ്ട്, പലതരം വിഭവങ്ങളുമുണ്ട്. ഇതിൽ നിന്നും എന്ത് വായിക്കണം എന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ സ്വന്തം യുക്തിക്കനുസരിച്ചായിരിക്കണം. ഇത് പുതിയ തലമുറ അനുഭവിക്കുന്ന ഒരു വലിയ വെല്ലുവിളി ആയിരിക്കണം. ഇത് വായനയൊക്കെ സ്വാഭാവികമായ രീതിയിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് പോലെ, രാത്രി ഉറങ്ങുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ, കുളിക്കുന്നത് പോലെ സ്വാഭാവികമായ ഒരു പ്രക്രിയയായിട്ട് വായനയും എഴുത്തും ഒക്കെ മാറട്ടെ. വായനയിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം കണ്ടെത്താനാവട്ടെ. ഓരോ പുസ്തകം വായിക്കുമ്പോഴും വായനയോടുകൂടി അതിനെ ഉപേക്ഷിക്കാതെ ആ പുസ്തകത്തെ പിന്തുടരുകയും സർഗാത്മകമായ പുതിയ സൃഷ്ടിയായി അതിനെ പുനരാവിഷ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് പല രീതിയിലാവാം. വായനാ കുറിപ്പുകളാവാം, ചിത്രങ്ങളാവാം, അല്ലെങ്കിൽ ഒരു കഥയാണ് വായിച്ചതെങ്കിൽ അതിനൊരു കവിതയായിട്ട് മാറ്റാനുള്ള ശ്രമമാവാം, മറ്റു ഭാഷയിലേക്കുള്ള വിവർത്തനമായിട്ടാവാം. അങ്ങനെ ആ പുസ്തകത്തിൻ്റെ നിങ്ങളുടേതായിട്ടുള്ള ഒരു രൂപം നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ വായന അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സാക്ഷാത്കരിക്കപ്പെടുന്നുള്ളൂ. ഒരുപാട് വായനക്കാർ ഭാവിയിൽ ഉണ്ടാവട്ടെ, നല്ല വായനക്കാരായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. Wings of Fire, the autobiography of APJ Abdul Kalam, written with Arun Tiwari. This inspiring book tells the story of Dr. Kalam's journey from a humble childhood in Rameshwaram to becoming a renowned scientist and the President of India. कोशिश करने वालों की हार नहीं होती. വായനയ്ക്കു നമ്മൾ നല്ല പുസ്തകങ്ങൾ തേടണം, വായനയോളം അറിവ് നേടി മാനിയായി വസിക്കണം. വായനയ്ക്കു നമ്മൾ നല്ല പുസ്തകങ്ങൾ തേടണം, വായനയോളം അറിവ് നേടി മാനിയായി വസിക്കണം. കൊച്ചു കൊച്ചു കവിതകൾ ചിന്ത നൽകും ഉറവകൾ ചുരന്നിടുന്ന പുസ്തകത്തിൽ കുളിരു നമ്മൾ നേടണം. കൊച്ചു കൊച്ചു കവിതകൾ ചിന്ത നൽകും ഉറവകൾ ചുരന്നിടുന്ന പുസ്തകത്തിൽ കുളിരു നമ്മൾ നേടണം. കഥകൾ നൽകും അറിവുകൾ ജീവിതത്തിൻ ചിന്തുകൾ പകർന്നിടുന്ന പുസ്തകങ്ങൾ തേടി നമ്മൾ പോകണം. കഥകൾ നൽകും അറിവുകൾ ജീവിതത്തിൻ ചിന്തുകൾ പകർന്നിടുന്ന പുസ്തകങ്ങൾ തേടി നമ്മൾ പോകണം.